ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി മനസ്സില്ലാ മനസ്സോടെ സുഭാഷിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു. നമ്മുടെ സുധീഷിന് യാതൊരു കുലുക്കവുമില്ല. സുധീഷ് തന്നെയാണ് നിധിയെ കൊണ്ടാക്കുന്നത്. ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തി നിധിയെ ഇറങ്ങി പോകുന്നതും നോക്കി നിൽക്കുന്നുണ്ട് സുധീഷ്. സുധീഷിൻ്റെ ഭാവം കണ്ടാൽ തന്നെ അറിയാം എന്തോ പണി ഒപ്പിച്ചു വെച്ചിട്ടുള്ള നിൽപ്പാണ് എന്ന്. തിരിച്ചു പോകാതെ കാറിൽ നിന്നും ഇറങ്ങി കാറും ചാരി കൂളായി നിൽക്കുന്നുണ്ട് സുധീഷ്. നിധി പതുക്കെ നടന്ന് വീട്ടിൽ സ്റ്റെപ്പ് കയറിയതും വീടിൻ്റെ ഓണർ വന്ന് കാശ് നീട്ടി നിങ്ങൾ തന്ന ടോക്കൺ അഡ്വാൻസ് എന്ന് പറയുന്നു. എന്താ സർ ഇത് എന്ന് അത്ഭുതത്തോടെ നിധി ചോദിക്കുന്നുണ്ട്. കുട്ടിക്ക് ഇവിടെ വാടകയ്ക്ക് വീടില്ല എന്ന് പറയണു. ഇന്നലെ തരാമെന്ന് പറഞ്ഞ അഡ്വാൻസും വാങ്ങിയിട്ട് ഇന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് വേണമെന്ന് പറയണം സർ എന്ന് നിധി കരഞ്ഞു പറയുന്നുണ്ട്. അയാൾ മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. കാശും വാങ്ങി നിധി തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഊറി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് സുധീഷ്. സുധീഷിനെ കണ്ടതും ഇന്നലെ വരെ വീട് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും എന്ന് നിധി ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ വീട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എനിക്ക് സംശയം ഇയാളെ തന്നെയാ എന്ന് പറഞ്ഞതും ഹൗസ് ഓണർ ഡസ്റ്റ്ബിന്നുമായി കളയാൻ പുറത്തേക്ക് വരുന്നത് കണ്ട് നിധി ദേ അയാളാണ് എന്ന് പറഞ്ഞപ്പോൾ സുധീഷ് നേരെ അയാളുടെ അടുത്തേക്ക് പോയി. ഇന്നലെ വീട് തരാമെന്നും പറഞ്ഞ് ഇന്ന് വരുമ്പോൾ വീടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതെന്ത് ന്യായം എന്ന് ചോദിക്കുമ്പോൾ അയാൾ നിധിയെ ഒളിഞ്ഞു നോക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാവും സുധീഷ് എന്തോ പണി പറ്റിച്ചിട്ടുണ്ട് എന്ന്. ഒന്നും മിണ്ടാതെ രണ്ടുപേരും തിരിച്ചു നടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് സുധീഷ് ഉഷാറായി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്തു ചെയ്യും? നേരെ വീട്ടിലേക്ക് പോവുകയല്ലേ എന്ന്. അപ്പോൾ നിധി ഇല്ല, ഞാനിനി വീട്ടിലേക്കില്ല എന്ന് പറയുമ്പോൾ വായും പൊളിച്ചു നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.